ചിത്രശലഭങ്ങളെ തേടിയുള്ളൊരു യാത്രയിലാണ് ഇന്ന്. റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ കുട്ടിക്ക് റേഞ്ചിൻ്റെ പരിധിയിൽപ്പെട്ട നിലയ്ക്കൽ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങളെ, വൈവിധ്യമാർന്ന ചിത്രശലഭങ്ങളെ കാണാൻ കഴിയുന്നത്. ചിത്രശലഭങ്ങളുടെ കലവറയാണ് നമ്മുടെ കാടുകൾ. ചെറുതും വലുതുമായ നിരവധി ചിത്രശലഭങ്ങളാൽ അനുഗ്രഹീതമായ കാടുകളിലേക്ക് വല്ലപ്പോഴും ഒന്ന് നടന്നു പോയാൽ ഇവയുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനാകും. പലപ്പോഴും നമ്മൾ ഇവയൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലും പുൽമേടുകളിലും കാണപ്പെടുന്ന ചിത്രശലഭങ്ങൾ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയുടെയും ജൈവവൈവിധ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. കാലവർഷത്തിന് ശേഷം ചിത്രശലഭങ്ങളുടെ വലിയ ദേശാടനം കാണാറുണ്ട്. പലപ്പോഴും നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവിശ്വസനീയമാണെന്ന് തോന്നിപ്പോകും. വനത്തിനെ സൗന്ദര്യവതികളാക്കുന്നതിൻ്റെ പങ്ക് ചിത്രശലഭങ്ങൾ കൂടി അവകാശപ്പെട്ടതാണ്. കാരണം നമ്മൾ കാട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇവ പാറിപ്പറക്കുന്നത് കാണുമ്പോഴാണ് പലപ്പോഴും ഈ വനത്തിൻ്റെയൊക്കെ സൗന്ദര്യം നമുക്കേറെ ഫീൽ ചെയ്യുന്നത്. ചിത്രശലഭങ്ങളുടെ സാന്നിധ്യം ആ പ്രദേശത്തെ പാരിസ്ഥിതിക ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ പല ചിത്രശലഭങ്ങളും വനത്തിലെ പരാഗണ പ്രക്രിയയിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. വനദേവത, സുവർണശലഭം, നാട്ടുമയൂരി, പൂങ്കണ്ണി തുടങ്ങിയ ചിത്രശലഭങ്ങളാണ് സർവ്വസാധാരണയായി കാണുന്നത്. നമ്മൾ ഈ പറയുന്ന മിക്ക ചിത്രശലഭങ്ങളെയും നമ്മൾ കാടുകളിൽ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. ഇലവൊഴിയും കാടുകളിലും മുളങ്കാടുകളിലും കണ്ടുവരുന്ന സർവ്വസാധാരണമായ ശലഭമാണ് പൂങ്കണ്ണി. ഇവയുടെ ചിറകുകൾക്ക് 40 മുതൽ 45 മില്ലിമീറ്റർ വരെ വലിപ്പമുണ്ട്. മുൻപിലെ ചിറകുകളുടെ ഉപരിഭാഗത്തിന് തവിട്ട് നിറമാണുള്ളത്. താഴ്ന്ന വിതാനങ്ങളിലെ ഇലവൊഴിയും കാടുകളിൽ കാണുന്ന ചിത്രശലഭമാണ് നാട്ടുമയൂരി. മിക്കപ്പോഴും കാടുകളിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യം ഇവയ്ക്കാണ്. ചിറകളവ് 80 മുതൽ 100 മില്ലിമീറ്റർ വരെ വരും. തേൻ നുകരാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ചിത്രശലഭങ്ങളുടെ കൂട്ടത്തിൽ 1ാം സ്ഥാനം ഒരു പക്ഷേ നാട്ടുമയൂരിക്കാവും. നാട്ടുമയൂരിയെ കാണാത്തവർ ഒരാൾ പോലും ഈ ഭൂമുഖത്ത് കാണില്ലെന്ന് പറയുന്നതാവും വാസ്തവം. തികച്ചും വനവാസിയായ ഒരാളാണ് സുവർണശലഭം. ആൺപെൺ നിറവ്യത്യാസമൊക്കെ ഉണ്ട്. ആൺശലഭങ്ങൾ വെയിൽ കായുവാനും ഈർപ്പം വലിച്ചെടുക്കുവാനും തൽപരരാണ്. ഇവയുടെ പുറംചിറകുകൾ മഞ്ഞ കലർന്ന തവിട്ടോ സ്വർണം കലർന്ന ഓറഞ്ചോ ആണ്. പെൺശലഭങ്ങളുടെ പുറംചിറകുകൾക്ക് ഒലീവ് പച്ച നിറത്തിൻ്റെ വീതിയിൽ ചന്ദ്രക്കല ആകൃതിയിലുള്ള വെള്ളപ്പുള്ളികളും ചേർന്ന വെള്ളപ്പട്ടയുമുണ്ട്. ചിറകടയ്ക്കുമ്പോൾ മങ്ങിയ കാവി നിറത്തിൽ നേരിയ വരകളും പട്ടകളൊക്കെ കാണാൻ കഴിയും. ചിത്രശലഭങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്നാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട, ഈ പ്രദേശത്തേക്ക് തന്നെ വന്നോളൂ. പരമോപ്പയിലേക്ക് അനുമതി തേടിയിരിക്കണം.